അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരത്തിൽ തെരുവുനായുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. ആക്രമണത്തിൽ പരിക്കേറ്റ 3 പേരും മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. മൂവാറ്റുപുഴ നഗരത്തിൽ തെരുവുനായുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. മൂവാറ്റുപുഴ കബനി ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ജോസ്, തൃക്കളത്തൂര് താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളി റാഫി മുഹമ്മദ്, മാറാടി സ്വദേശിനി ഇടമനപ്പെട്ടമലിൽ ജിൻസി എന്നിവർക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ KSRTC ജംഗ്ഷന് സമീപത്തു നിന്ന് ജോസിനെയും റാഫിയെയും ആക്രമിച്ച തെരുവുനായ പിന്നീട് മാറാടി ഭാഗത്തേക്ക് പോവുകയും ജിൻസിയെ ആക്രമിക്കുകയുമായിരുന്നു. തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റ 3 പേരും മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. കുത്തിവയ്പ്പെടുത്ത ശേഷം 3 പേരും ആശുപത്രി വിട്ടു. നഗരത്തിൽ തെരുവുനായുടെ ശല്യം വർദ്ധിച്ചു വരികയാണെന്ന് പരാതി ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.